നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിന്ന് ഈ കത്തിയുമായിട്ടൊക്കെ നിൽക്കുന്ന എന്താണെന്ന് നിങ്ങൾ ഓർക്കുമായിരിക്കും. എൻ്റെ ചാനലിന്റെ പേര് പോലെ തന്നെ ഒരു പച്ചച്ചക്ക പറിക്കാനായിട്ട് പോവുക. എന്നാ ബാ, നമുക്ക് പോയി ചക്ക പറിച്ചുകൊണ്ട് വരാം. എനിക്ക് ചക്ക കയ്യിൽ വെയിറ്റ് അത്രയും പിടിക്കാൻ മേലാത്തതാണ് ഞാൻ പുതിയ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കും. കസേരയൊക്കെ ഇട്ട് ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനെ ഒന്ന് നടത്തിയെടുക്കാതെ കസേര വീഴുമോ നിലത്ത് വീഴുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. നോക്കാൻ ഉണ്ടാകും. നമ്മൾ ചക്കയൊക്കെ പറിച്ചുകൊണ്ട് വന്നു ടേബിളിൽ വെച്ചിരിക്കുക. ഇനി നമുക്കൊന്ന് വെട്ടിയെടുക്കണമേ. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കയ്യിലോട്ട് അല്പം പെരട്ടിയത് നമ്മുടെ കയ്യിലോട്ട് പെട്ടെന്ന് അത്ര അരക്ക് പറ്റത്തില്ല. ഇതിന് ഭയങ്കരമായിട്ട് അരക്കുള്ള ചക്കയാണ്. നമുക്കൊന്ന് ചെത്തിയെടുക്കാവേ. നമ്മളതിൻ്റെ മടലൊക്കെ ചെത്തി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നടത്തിയെടുക്കണേ. നമ്മളെ ചക്കയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പാൽ കപ്പ എന്നൊക്കെ പറയുന്നത്, ഇന്ന് നമ്മൾ പാൽ ചക്ക ഉണ്ടാക്കാൻ പോകുന്നു. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കൊച്ചുള്ളി, പിന്നെ ഉപ്പ് നീര് അങ്ങനെ എടുത്തിരിക്കുന്നു. ഉപ്പ് കല്ല ഉപയോഗിക്കുന്നത്, അത് കലക്കിയിട്ട് എടുത്തതോ. പക്ഷേ അതിനകത്തിന് ചെളി കണ്ടോ, അതൊക്കെ അതിനകത്ത് അടിഞ്ഞു. പിന്നെ കാന്താരി, കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഞാൻ പൊളിച്ചിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ, വെള്ളം. ഫസ്റ്റ് നമുക്ക് ഈ ചക്ക കുക്കർ നമ്മളൊന്ന് കുടഞ്ഞാവേ. പിന്നെ കുറച്ചുകൂടെ ഇനി തേങ്ങ ഒന്ന് നല്ലപോലെ ഞെരുടി എടുക്കണം. ഒരു വെള്ളം കൂടി വെച്ചിട്ട് വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം. ഞാനിത് ഫ്രീസറിൽ വെച്ചിരുന്ന തേങ്ങയായിരുന്നു. ഞാൻ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൈ ഇട്ട് ഞെരുടാൻ പരുവത്തിനുള്ള ചൂടേ ഒഴിക്കാവൂ. അപ്പം അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഒഴിക്കണേ. ഫ്രീസറിൽ വെച്ച തേങ്ങ ആയതുകൊണ്ട് തണുത്ത വെള്ളം ഒഴിച്ചാൽ നമുക്ക് അതിൻ്റെ കാലങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ച്. ഇത് നമുക്ക് വെളുത്തുള്ളി, കാന്താരി, കറിവേപ്പില എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം ഇതിനകത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളിയും കാന്താരി, ജീരകവും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാവേ. കല്ലിനകത്തിട്ട് ചതച്ചാണ് എടുക്കുന്നത്. നമുക്ക് ഒത്തിരി അരയുണ്ട. ജീരകം ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കല്ലിൽ തന്നെ. നമുക്കിതെല്ലാം കൂടെ തേങ്ങായിട്ട് അതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഞെരുടിയെടുക്കാം. ജീരകം അരച്ചത്, ഉപ്പുനീര്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞെരുടാവേ. ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്തിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവേ. വേവുള്ള ചക്കയാണ്, കാരണം ഒഴിച്ചു കൊടുക്കാം. 2 വിസിൽ വേണം. കൊച്ചുള്ളി ഒന്ന് ചതച്ചെടുക്കും. ഇവിടെ ഉള്ളി ചതച്ചേ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. നമുക്ക് ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയില്ലേ, ഉള്ളി ഇതിൻ്റെ മണ്ടയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇനി എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതിന് ഒരാവിയും കൂടെ വരണം.
നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാവേ. ഇനി ഒന്ന് ഇളക്കിയെടുക്കണം. നല്ല മണം വരുന്നുണ്ട്. കൊച്ചുള്ളിയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ജീരകവും ചക്കയുടെ ഞങ്ങളുടെ നല്ലൊരു മണമാണ്. നമുക്കൊന്ന് ഇളക്കാവേ. ഉണ്ടോ? ചക്ക നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അല്പം മീൻകറിയും കൂടെ കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മീൻകറി, ഇറച്ചിക്കറി എന്നാ വേണേലും കൂട്ടി കഴിക്കാം. പിന്നെ ഞാൻ മീൻകറിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനകത്തേക്ക് അല്പം മീൻകറിയും കൂടെ ഒഴിച്ചിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ എൻ്റെ ക്യാമറാമാൻ തിരക്കില്ല. സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അല്പം തിരക്കില്ല. അത് കാരണം നമ്മൾ തന്നെയാണ് വീഡിയോ മൊബൈലിലാണ് വീഡിയോ പിടിക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും മിക്കവാറും തന്നെയായിരിക്കും. അതുകൊണ്ട് അതിനകത്തിൽ വരുന്ന കുറവുകളൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. നല്ല ചൂടാ, നല്ലൊരു മണം കേട്ടോ. ഇപ്പോൾ ചക്കയൊക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ. ചക്കയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. സൂപ്പറാണ്. ഞാനിത് മുന്നേ കഴിച്ചിട്ടുണ്ട്, പക്ഷേ അടിപൊളിയാണ്. നമ്മളൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റുകളായിട്ടും ഒക്കെ ഒന്ന് അറിയിക്കണേ. പിന്നെ അതോടൊപ്പം തന്നെ ചെറിയ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം. എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ്. പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ.